ഹലോ ഡിയേഴ്സ്, ഓരോ വൈകുന്നേരം പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങളാണ് എന്നെ കാത്തിരിക്കുന്നത്. നിങ്ങളെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം എല്ലാ അമ്മമാർക്കും ഇത് മനസ്സിലാവുന്നതാണ്. സ്കൂളിൽ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടേ എല്ലാ ദിവസവും ഇല്ല, പക്ഷേ സ്കൂളുണ്ടായിരുന്നു. സ്കൂളിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഹോംവർക്കൊക്കെ ചെയ്യിപ്പിക്കാനിരുത്തി. കാരണം നാളെ അബാക്കസ് ഉണ്ടെങ്കിൽ ഇന്നേ ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നാളെ ആകുമ്പോഴത്തേക്കും പാടാം. ഞാൻ അങ്ങനെ വയ്ക്കാറില്ല മാക്സിമം. അപ്പോൾ ഇന്ന് തന്നെ ഹോംവർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഇനി എൻ്റെ വർക്കെല്ലാം എനിക്ക് ചെയ്യണം. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് സ്റ്റിക്കി നോട്ട്സൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുക. കാരണം അവൻ്റെ ഈ സ്റ്റഡീസ് എനിക്ക് അത്ര ഇമ്പോർട്ടൻസ് ആണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ അവൻ അച്ചീവ് ചെയ്ത് വരുമ്പോഴത്തേക്കിൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് അത് തരുന്നത്. ഞാൻ ലാപ്ടോപ്പൊക്കെ എടുത്തിട്ട് ഇനി എനിക്ക് എൻ്റെ നോട്ട്സും പിന്നെ ക്ലാസ് പ്രിപ്പറേഷൻസും എല്ലാം എനിക്ക് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള ജോലികളും ചെയ്യണം. പക്ഷേ എനിക്ക് ക്ഷീണമൊക്കെ ഉണ്ടാകും കേട്ടോ. എല്ലാവർക്കും ക്ഷീണം കാണും. കാരണം വർക്കും കൂടെ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഒബ്വിയസ്ലി ക്ഷീണം കാണും. പക്ഷേ ഈ ക്ഷീണമൊക്കെ മാറിക്കോളും. ഓരോ ദിവസം ചെയ്യുന്ന ചെറിയ ചെറിയ ഈ ശ്രമങ്ങളാണേ നാളെയുടെ വലിയ നേട്ടങ്ങളെന്നൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കിൽ ഇതൊന്നും ഒരു വലിയ ബേർഡനായിട്ട് തോന്നത്തില്ല. ഇതെല്ലാം നമുക്ക് നാളത്തേക്കൊരു ഒരു നല്ല ഒരു ഇതിലേക്ക് നമ്മൾ നയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്നെ ഇതെങ്ങനെ വിളിക്കുമ്പോഴത്തേക്കിൽ ഓടി വരും. കാരണം വന്ന് എന്നെ ഒന്ന് ഹഗ് ചെയ്യും. അവൻ എന്നെ വിളിക്കുന്നത് അവൻ്റെ സ്ട്രെസ് ബോൾ എന്നാണ്. ഞാൻ അവനെ വിളിക്കുന്നതും എൻ്റെ സ്ട്രെസ് ബോൾ എന്നാണ്. എനിക്കെന്തെങ്കിലും സ്ട്രെസ്സ് വരുവാണെങ്കിൽ ഞാൻ അവനെ ചെന്ന് ഹഗ് ചെയ്യും. അവനും അത് കണക്ക് തന്നെ. അവൻ്റെ സ്ട്രെസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ചൊരു ബ്രേക്കൊക്കെ എടുക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വർക്ക് ചെയ്യാം, മോൻ്റെ വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യുവാണേ. ഇനി ഫുഡ് കഴിക്കാൻ പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് എൻ്റെ ഡെയിലി റൊട്ടീൻ. നിങ്ങളുടേതും ഇതൊക്കെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.